ആക്ഷൻ. എമ്പുരാൻ ഹിറ്റ്, വീര ധീര ശൂര ഹിറ്റ്. വെൽ, വീര സൂര ധീര. வெட்டிடுறதுக்குள்ள அவனை முடிக்கணும், அவ்வளவுதான் நமக்கு டைம். அவர் இப்போ பயங்கர ஃபேமஸ் அங்க தமிழ்நாட்டில். அவரோட இன்டர்வியூக்கு எல்லாரும் பயங்கர மேட் ஃபேன் ஆயிட்டாங்க. அவங்க டாட் வந்த மிலிட்டரி, அவங்க பிரதர் வந்த மிலிட்டரி, அவங்க மிமிக்ரி. ஆனா ஆளு கொஞ்சம் விகிருதி, பெர்ஃபார்மன்ஸ் ரொம்ப தகுதி, കെമിസ്ട്രി ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അവർ മിനിസ്ട്രിയിൽ പോകും. വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ്, ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ്, പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം 2 ഹിറ്റ്. പക്ഷേ പ്രോബ്ലം എന്താ അറിയോ, ഏത് പടമാണ് ഫസ്റ്റ് കാണും, ഇങ്ങനെ കാണാം. ഇനിയിപ്പോ അടുത്ത തെലുങ്കിലോട്ടോ അങ്ങനെ വേറെ ഭാഷകളിലൊക്കെ വിളിക്കാനുള്ള കോൺഫിഡൻസ് നോക്കിയോ, ചിലപ്പോൾ നാളെ മറ്റന്നാളെ നീ വാട്ടുക്കളെന്ന് വെച്ച് വേറെ തെലുങ്ക് ഇന്റർവ്യൂ നീ കാണും. Sami is like my favorite film. Sami കൂടെ നടിപ്പേൻ. മാമിയാവി ആയിട്ട് സാർ പടം നല്ലവേ വന്നിട്ട് സാർ. വെൽ, വീര സൂര ധീര. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്റ്റാർ മെറ്റലുള്ള ആക്ടേഴ്സ് ഉണ്ട്, ആക്ടർ മെറ്റീരിയലുള്ള ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ വളരെ റെയർ ആയിട്ട്, ഇഫ് ഐം ടെല്ലിങ് യു ലൈക്ക് 20 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 25 വർഷത്തിലൊരിക്കലൊക്കെ അത് സംഭവിക്കുള്ളൂ. ആൻ ആക്ടർ കം സ്റ്റാർ. ഹീസ് എ മിത്ത്, ഹീസ് എ ലെജൻഡ്, ഹീസ് എ ചാമ ഓൾ ദ വേ. നമ്മുടെ സിനിമയുടെ ഡയലോഗ് പറയുകയാണെങ്കിൽ MGR പാത്രക്ക്, he's a very sweet person. MGR പാത്രക്ക്, ശിവാജി പാത്രക്ക്, കമല പാത്രക്ക്, രജനി പാത്രക്കാണ്. இந்த மாதிரி ஒரு ஆக்டர் நீங்க பார்க்கவே இல்லை. Ladies and gentlemen, Kerala sir, Chian Vikram sir. Hi, Rajesh, thank you. And again, Talevare. So this is like, wherever he goes, like, Vanda, Sutta, Satta, repeat. H.S. Surya sir, from Khushi to Wali to like new, and in a new phase, like, you're just killing the screen with your presence. H.S. Surya sir, welcome. Welcome to like South over here, Malayalam. Like, wonderful director, like from Chitta or from Sethupathi, from all the movies, real ആയിട്ടുള്ള മൂവീസ്, റിയാലിറ്റി കണക്ട് ഉള്ള മൂവീസിൻ്റെ ഫ്രെയിംസ് എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അരുൺകുമാർ സാറിൻ്റെ മൂവീസ് ഒന്ന് കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് ഐ എം ജസ്റ്റ് എക്സ്പെക്ടിങ് ഒരു ഫുൾ നൈറ്റ് ആയിട്ടൊരു മൂവിയിൽ എന്താണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വി ഓൾ ആർ എക്സൈറ്റഡ്, വി സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്രൂ. അങ്ങ് അറ്റത്തൊരാൾ ഇരിപ്പുണ്ട്, ഭയങ്കരமான ആള്. ഒരു ചെറിയ സ്പേസ് കൊടുത്ത് അവിടെ കയറി അങ്ങ് എന്താ ഫ്രണ്ട് ഫുട്ടിൽ കയറി സെഞ്ചുറി അടിച്ചിടും. അതാ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്പോട് ആണ്. സുരാജ് ചേട്ടനെ ഇപ്പൊ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തമിഴ് സ്റ്റൈലാണ്. அவங்க டாட் வந்த மிலிட்டரி, அவங்க பிரதர் வந்த மிலிட்டரி, அவங்க மிமிக்ரி. ஆனா ஆளு கொஞ்சம் விகிருதி, പെർഫോമൻസ് ரொம்ப തകൃതിയാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഇത്രയും പേരുടെ കെമിസ്ട്രി ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അവർ മിനിസ്ട്രിയിൽ പോകും. അപ്പൊ മറക്കരുത് കേട്ടോ. சுராஜ் சாரோட இன்ஃப்ளூயன்ஸ் எல்லாரும் ஸ்ப்ரெட் ஆகுது. ഇത് നിങ്ങളെല്ലാം ക്യാരി പണിയിട്ട് ഇത് വെച്ച് പുതിയ റീൽസ്, പുതിയ വേർഡ്സ്, ഫ്രേസസ് എല്ലാമേ അനുപ്പെടുന്നത്. എങ്കിലും ഇത് കോമഡി പിക്ചർ അല്ല. കറക്റ്റ്. അത് മാത്രം പറയൂ. വളരെ സീരിയസ് ആണ് ഒരു പിക്ചർ. കറക്റ്റ്. ആൻഡ് കമ്മിങ് ടു മോസ്റ്റ് സീരിയസ് ക്യാരക്ടർ ഇയാളാണ്. സുരാജ് ചേട്ടാ, ഇവിടെ വേറൊരു ടെറിട്ടറിയിലോട്ട് കയറാണ്. നമുക്ക് ഇവിടെ പോയി തമിഴിൽ പോയിട്ട് തെലുങ്കിൽ പോയിട്ടുള്ള ശരിക്കും ആർട്ടിസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് പോയിട്ട് മണിച്ചേട്ടൻ പോയിട്ട് ശരിക്കും പേര് പോയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ്, പക്ഷേ ഇപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടൊരു എൻട്രിയിൽ പോവുകയാണ്. കൂടെ ചിയാൻ സാറുണ്ട്, ദുസ്രയുണ്ട്, ഇവിടെ എസ് സൂര്യ സാറുണ്ട്, ഡയറക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഇവരുടെ കൂടെയൊക്കെ ഇവരെ റാങ്ക് ചെയ്തോ കയറി ഉടനെ? அவரிப்போ பயங்கர ஃபேமஸ் அங்க தமிழ்நாட்டில். அவரோட இன்டர்வியூக்கு எல்லாரும் பயங்கர மேட் ஃபேன் ஆயிட்டாங்க, வைரலா போயிடுச்சு. இல்ல ஆல்மோஸ்ட் லைக் ஆன்லைன் சேனல்ஸ் எல்லாமே பார்த்தாலே உங்களோட இன்டர்வியூ ഞങ്ങളുടെ ട്രെയിലർ പോലായി. ട്രെയിലർ എല്ലാവരും പടം കാണണം. സുരാജ് ഇന്റർവ്യൂവിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പടത്തിൽ എങ്ങനെ ഉണ്ടാവും? സുരേടാ, എല്ലാരും വിചാരിക്കണം ഇത് ശരിക്കും ഒരു കോമഡി പടമായി മാറിയുണ്ട്. അതന്നെ അപ്പൊ പറഞ്ഞു. വീര ധീര ശൂര വളരെ സീരിയസ് ആയിട്ട് പറയും. അതെ ഒന്നും പറയുന്നില്ല. വലിയൊരു സന്തോഷമാണ് എനിക്ക് തമിഴിൽ കിട്ടിയ ഒരു അന്യഭാഷാ സിനിമ അഭിനയിക്കുന്നതിലപ്പുറം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു വാം വെൽക്കമിങ് ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. സംവിധായകൻ, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ കഥ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. കൊച്ചിയിൽ ഇങ്ങനെ കഥ പറയാൻ വന്നപ്പോൾ ഞാൻ വേറൊരു സിനിമ
അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് കഥ കേട്ട് നമ്മുടെ ശരി സാർ ഓക്കെയാണ് റെഡി എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അസോസിയേറ്റിനോട് എനിക്ക് ആ കഥ ഫുള്ളൊന്ന് പറഞ്ഞു തരണം. അഭിനയിക്കുന്നതിൻ്റെ തലേദിവസം ബാക്കിയെല്ലാം പിന്നെ സാറ് കറക്റ്റ് വോയിസൊക്കെ അയച്ചു തന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അരുൺ സാറിൻ്റെ ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതായത് ചെയ്തിട്ട് ഒരു സീൻ എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ സീനും അത് നമ്മൾ പ്ലേ ചെയ്യും. എന്താണ് ഫുൾ സീനും പ്ലേ ചെയ്ത് പുള്ളി നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് മീറ്ററൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ അങ്ങ് ഇന്നാവും. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് കറക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എന്താണ് നടക്കുന്നതെന്നുള്ള ക്ലിയറായിട്ട് അതിന് ശേഷം മാത്രമേ ഷോട്ട് പോലും പ്ലാൻ ചെയ്യും. എവിടെ ക്യാമറ വയ്ക്കുന്നതെന്ന് പോലും ഓക്കെ. അതൊരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അത് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തമിഴിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴിപ്പം ഇനിയിപ്പോൾ അടുത്ത തെലുങ്കിലോട്ടോ അങ്ങനെ വേറെ ഭാഷകളിലൊക്കെ വിളിക്കാനുള്ള കോൺഫിഡൻസ് നോക്കിയോ ചിലപ്പോൾ ഇനി നാളെ മറ്റന്നാളെ നീ വാർത്തക്കളെങ്ങനെ വെച്ച് വേറൊരു തെലുങ്ക് ഇന്റർവ്യൂ നീ കാണും. ആദ്യം തമിഴ് അറിയില്ലല്ലോ. ഇന്റർവ്യൂല് അവര് എന്നെ ചോദിക്കും, ഇല്ലെങ്കിൽ അവര് സർ നിങ്ങൾ ഇല്ല ഞാൻ പറയട്ടെ ഏത് ഞങ്ങൾ തുടങ്ങിനാലും ഇല്ല ഞാൻ പറയട്ടെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് മുഴുവൻ തമിഴിൽ സംസാരിച്ചിട്ട് പിന്നെ ആങ്കർ പറഞ്ഞു ഞാൻ മലയാളി കുറച്ച് ഒരു മലയാളിയാണ് ലൈക്ക് ഷി വാണ്ട് ടു ഡു മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ. അവർ പറഞ്ഞു ഞാൻ മലയാളി സോ ലെറ്റ്സ് ഡു എ മലയാളി. സോ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ മലയാളം മറന്നു ബിക്കോസ് അത് സ്വിച്ച് മാറിയില്ലേ തമിഴ്. അവർ ഞാൻ അതെന്താ ഇടയ്ക്ക് സ്വിച്ച് മാറില്ല മലയാളം മാറിപ്പോവും. സുരാജേട്ടൻ മലയാളം ഒന്ന് പഠിപ്പിച്ചായിരുന്നോ? എന്തെങ്കിലും മലയാളമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? I'm gonna go train with him now. அவர் பேசுற மலையாளம் தமிழ்நாட்டு மக்கள் எல்லாருக்கும் புரிஞ்சது. நம்ம பேசுற தமிழ் கண்டிப்பா மக்களுக்கு புரியும். எஸ்பெஷலி திருவனந்தபுரம் இஸ் a border of தமிழ்நாடு. പെർഫെക്റ്റ്. அதனால mingle ഇതിലൊരു 15 to 16 minutes ഒരു സിംഗിൾ ഷോട്ടെ പറ്റി അത് അവരാണ് എക്സ്പെർട്ട്. അവരാണ് എല്ലാം ഡയലോഗ് പാവം മുഴുവൻ ഡയലോഗ് ഇട്ട് അവരാണ് സംസാരിച്ചു. വളരെ നന്നായിട്ട് ചെയ്തു. ബിക്കോസ് ഐ തിങ്ക് സെക്കൻഡ് ഡേ അത് സെക്കൻഡ് സീനും പക്ഷെ അത് ഒരു 10 days റിഹേഴ്സൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു വളരെ കഷ്ടമാണ് ഷോട്ട്. ബിക്കോസ് അത് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ യു ക്യാൻ കട്ട് ഇറ്റ് ഇൻ ടു ഷോർട്സ്. ബട്ട് അത് ഒരു സിംഗിൾ ടേക്ക് ആയിട്ട് സിംഗിൾ ഷോട്ടായിട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. ആൻഡ് ഞങ്ങളെല്ലാവരും ലൈക്ക് വി വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അതിനുള്ളിൽ കുറേ വിഷയങ്ങളുണ്ടാവും. ഇനി ഇഫ് ഞങ്ങൾ പറയില്ലെങ്കിൽ കാണുമ്പോൾ ഇത് ഓക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇല്ല അത് ഒരു ഷോട്ടിന് പറയുമ്പോൾ യു വിൽ ബി ഷോക്ക് ഞെട്ടി പോകും. ബിക്കോസ് അങ്ങനെ അത്ര മൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരു ക്യാമറ എങ്ങനെ ഇതെല്ലാം ചെയ്തു എന്ന് വിചാരിക്കും നിങ്ങൾ. അങ്ങനെയാണ്. ബട്ട് ക്രെഡിറ്റ് ഐ മീൻ ഐ വുഡ് സേ 3 people. ചിത്ത ഓബ്വിയസ്ലി അങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഹി മെയ്ഡ് ദ ഹോൾ ഞങ്ങൾ അവർ ചിത്താനെ വിളിക്കും ബിക്കോസ് ചിത്താൻ്റെ മൂവി. സോ ആ കോൺസെപ്റ്റും അത് ദ വേ ഹി ഡിഡ് ഇറ്റ് എല്ലാം ആൻഡ് ഹി വാസ് സോ പാഷനറ്റ് അബൌട്ട് ഇറ്റ്. അവർ അത് പറ്റി പിന്നെ പറയും. അവർ ഹി ബ്രോക്ക് ഡൗൺ ആൺ ഓൾ ദാറ്റ്. അത് വരാം. ദാറ്റ് ഈസ് ഫസ്റ്റ്. സെക്കൻഡ് വിവേക് ക്യാമറാമാൻ ഐ മീൻ എല്ലാം ലൈറ്റിംഗ് ഇറ്റ്സ് ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. സോ ഇറ്റ്സ് നോട്ട് ബ്രോഡ് ഡേ ലൈറ്റ്. ലൈറ്റ് ഷുഡ് നോട്ട് ബി സീൻ. എങ്കിലും സീൻ ഷുഡ് ബി സീൻ. അതെല്ലാം ലൈറ്റ് ചെയ്തിട്ടാറ്. ബട്ട് അവരുടെ ഗിംബിൾ വെച്ചിട്ട് വിവേക്കിന് ഒരാൾ അവനാൽ നിൽക്കാൻ പാടില്ല. ബിക്കോസ് ഫുൾ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് കടക്കും. അവനാൽ ലൈക്ക് ഹി കുഡൻറ്റ് സ്റ്റാൻഡ് ഓൾസോ ആ തിങ്. ആൻഡ് തേർഡ് ഐ വിൽ സേ മെയിൻലി ഹിം ബിക്കോസ് ഡയലോഗ്സ് എല്ലാം ബിക്കോസ് അവർ ഡയലോഗ് പോണാൽ ഫുൾ ഷോട്ട് പോകും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ ഷോട്ട് എല്ലാം 10 minutes into the shot പെട്ടിന് മറന്നാലോ വാട്ട് എവർ. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു see SJ and all of us were there. you know that language. നമ്മൾ എല്ലാവർക്കും it became a thing for അവർക്ക് ലാംഗ്വേജ് അറിയാത്ത ടെൻഷൻ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവരോട് ഒരു സീൻ ഞാൻ ആ സീൻ തന്നെ നമ്മൾ പറഞ്ഞ സീൻ നല്ല സീൻ. അത് ആ സീൻ ഞാൻ കാണുമ്പോൾ ഒരു 3 minutes or 4 minutes or something like that. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ആ സീൻ വാ വട പെർഫോമൻസിൽ കാണുമ്പോൾ എല്ലാം ഒരു ഷോട്ടിൽ ചെയ്ത ആളിൽ. അപ്പോൾ ക്യാമറ പാൻ ആകുമ്പോൾ ഒരാൾ സർ ഫോൺ വന്ന് ഇല്ല സർ അവർ. അപ്പോൾ ഞാൻ അയ്യോ അയാളുടെ ടെൻഷൻ എങ്ങനെ ഉണ്ടാവും 3 minutes. അയ്യോ അത് SJ സൂര്യ അവർ ചെയ്യുമ്പോൾ ഇത് അവൻ നല്ല പண்ற അയ്യോ ഉന്നും നല്ല പண்ற ഇപ്പോൾ ഏதாவது ആச்சுனா ഉണ്ടാവും ടെൻഷൻ അല്ലേ. അപ്പോൾ സുരാജ് would have gone through the same thing അല്ലേ. he can't tell us that no. ഫസ്റ്റ് ടൈം വന്നിട്ട് ഇല്ല എനിക്ക് ആക്ച്വലി കുറച്ച് ടെൻഷൻ ഉണ്ട് എനിക്ക് he can't say വേറെ പുതു ഡയലോഗ് ഇല്ലേ. ഇവിടെ ആണെങ്കിൽ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എല്ലാം കിട്ടും. അവിടെ വന്ന് അയ്യോ യു ഫീൽ ദാറ്റ്. മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല ഇവിടെ. എനിക്ക് നേരെ മറന്നാലും വേറെ ഏതാ വാക്ക് പറയാല്ലേ. കറക്റ്റ്. അത് അതൊന്നും അറിയില്ല. അത് ഹി ഈസ് വെരി പർട്ടിക്കുലർ. അത് ഇൻറ്റോനേഷനും വാർത്തയും ബിക്കോസ് നമ്മളുടെ പടത്തിലെ ഡയലോഗ്സ് ഇല്ല. ആക്ച്വലി
ഒറിജിനലായിട്ട് ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുമോ അങ്ങനെയാണ്. സോ അപ്പോൾ പുള്ളിക്ക് തമിഴ് അത് നരേഷൻ മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഹി ഡിഡ് ഇറ്റ് എവറി ടേക്ക്. ആക്ച്വലി ഐ തിങ്ക് ഒരു ടേക്ക് കൂടെ സുരാജ് അല്ല റീടേക്ക് ആവുന്നില്ല. He was ഒരു perfect. ടേക്ക് നോട്ട് ഈവൻ വൺ ടേക്ക് വാസ് ബിക്കോസ് ഓഫ് சார் யார் சொல்லுது? நல்லா பாருங்க, தெலுங்கு இன்டர்வியூ ചെയ്യുമ്പോൾ എന്നെ പറ്റി പറയും. പിന്നെ ഈ സിംഗിൾ ഷോട്ടാണ് എൻ്റെ ഫസ്റ്റ് ദിവസം ചെന്നിട്ട് ചെറിയ ഡയലോഗാണ് തന്നത്. ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ച തമിഴല്ലേ, ആഹാ രക്ഷപ്പെട്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. സെക്കൻഡ് ഒരു ഡയലോഗ് ഒക്കെ വന്നിട്ട് ഞാൻ ചോദിച്ചു, സാർ ഫുൾ സിനിമയുടെ എൻ്റെ ക്യാരക്ടറിന്റെ ഫുൾ ഡയലോഗാണ്, ഈ സീനിൽ മാത്രമാണ് ഇത് ഞാൻ ഇത് നോക്കുന്ന. അതിന്റെ ഒരു ഭയങ്കര ഒരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ഈ പിന്നെ ഓരോരോ പോർഷനായിട്ട് ഇരുന്ന് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് എന്നിട്ട് മൊത്തം ഷോട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഈ കൂടുതൽ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയത് ഈ സീൻ തുടങ്ങുമ്പോൾ. പറഞ്ഞോട്ടെ സാർ, കാര്യം ഞാൻ ഞെട്ടിപ്പോയത്, ഒരു ചെറിയൊരു ആക്ടറുണ്ട്, ഒരു ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ആ ആർട്ടിസ്റ്റാണ് സാറ് നിൽക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ കെട്ടിയിട്ടേക്ക്. സാറിങ്ങനെ നിൽക്കണം, സാറിൻ്റെ ഈ കാലും വയ്യ, ഇതെല്ലാം എനിക്കും അറിയാം. കാര്യം ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമെന്നുള്ള. ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം അതിലിങ്ങനെ ഡയലോഗ് പറയും, വീണ്ടും തോളിൽ തട്ടിയിരിക്കും. ഇത് തെറ്റിച്ചുകൊണ്ടേയിരിക്കുക. 5 ടേക്കായി, 10 ടേക്കായി, 20 ടേക്കായി. ഫസ്റ്റ് ഡയലോഗ് പുള്ളിയുടെ ഇതിങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഭാഗ്യത്തിന് സമയം 2:30-3 മണിയാണ്. ടൈമും കൂടെ നമ്മൾ നോക്കണം, പാതിരാത്രി. ഇതും കഴിഞ്ഞിട്ട് സാറിങ്ങനെ നടന്നത്. ഞാൻ അപ്പം ആലോചിച്ച് ഇന്ത്യയിലെ ഒരു പ്രമുഖ നടന്മാരില്ല, അതല്ല കിഡിലെ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം വിക്രം സാറിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നീ പഠിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ട്രൈ ചെയ്യാം. കാരണം 16 മിനിറ്റ് സിംഗിൾ ഷോട്ടാണ്. ഇത് തെറ്റിയാൽ വീണ്ടും എടുത്തുകൊണ്ടേ വരണം. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും പറയാം. പക്ഷെ അതൊന്നും ഇല്ലാതെ അതിനോടൊപ്പം ഈ കാര്യം വെച്ചിരിക്കും സാറ് വീണ്ടും. അതൊരു ഞാൻ കണ്ട എൻ്റെ അത്ഭുതപ്പെട്ടു പോയി സാർ. അല്ല ആരെങ്കിലും ആണെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ട് ഫുൾ നിൽക്കുന്നത്. അതാണ് വിക്രം സാർ ഇപ്പോഴും വിക്രം സാർ ആയിട്ട് നിൽക്കുന്നത്. അതാണ് എല്ലാ മാസം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ പറയും. സോ ക്യൂട്ട്, താങ്ക് യു വെരി മച്ച്. ഇല്ല, ഐ വാണ്ടഡ് ടു ആഡ് ടു വാട്ട് ഹി സെഡ്. സി ആക്ച്വലി ഇറ്റ് ഇസ് 6 scenes, ഐ തിങ്ക്. ആ സീൻ 6 scenes is almost like 6 scenes in one scene അല്ലേ. ഒരു പോർഷൻ there will be 6 segments. So ഒന്നൊന്നും പ്രാക്ടീസ് ചെയ്യണം. So Suraj went through 6 scenes in one day in ഒരു ഷോട്ട്. So that is what I was trying to say. Sorry. வேற லெவல் சார். ஐயோ பயங்கர எக்ஸ்பீரியன்ஸ் சார். ஆக்டிங் எவ்வளவு கஷ்டம்ன்றது கேமரா வச்சுட்டு நான் டோட்டலி அது வரைக்கும் டப்பிங்லாம் நான் போகும்போது சார் ஒன் மோர் சார், அது வந்து எல்லாம் ஓகே, இதுக்கப்புறம் இல்லை சார், வெரி குட், என்ன பண்ணணும் சார், சூப்பர் சார், உங்களை மாதிரி ஆக்டர் இல்லை, மாதிரி ஆக்டர், துஷார மாதிரி, சுராஜ் மாதிரி ஆக்டரே கிடையாதுலாம் சொல்லுவாங்க சார். சுராஜ் சாருக்கு ஏதாவது கொஞ்சம் வெஞ்சன்ஸ் இருந்ததுன்னா இந்த மாதிரி இவர் ஆக்டர் பண்ணும்போது நம்ம எல்லாரும் ஒரு படம் அவர் சொல்லாரு, அது கரெக்ட் இல்ல சார், சூர்யா சார் இல்ல சூர்யா இல்ல சார், ஃபர்ஸ்ட் டே கதை சொல்லி கொடுக்காது. പറഞ്ഞാലും പുரியக்கூடாது. இல்ல പറഞ്ഞാലും புரியக்கூடாது. அப்புறம் ஃபர்ஸ்ட் டே ஷூட்டிங் சின்ன டைலாக் 25 ஷாட் சிங்கிள் ஷாட் சார். நான் பிளான் செய்ய 1 hour சார். இவர கிட்ட விடு சார், கிட்ட இவரை கொண்டு வரும். விக்ரம் சார் வந்த மாதிரி கிட்ட இவரை நடுவில் முழு டயலாக் பாடிட்டே வரும். நம்ம இடைக்கு வந்து அதுல ஏய் என்ன அந்த சிங்கிள் ஷாட்ல இன்னொரு மெயின் பாயிண்ட் என்னன்னா, அந்த அதாவது எவ்ரி ஷாட் ப்ரிப்பரேஷன் 1 hour ஆகும். இப்போ ஒரு டேக் ஓகே ஆகலைன்னா திருப்பி அந்த பாம்புக்கு ஃபியூவல் ஊற்றி இதெல்லாம் பண்ணிட்டு 1 hour ஆகும். இப்போ ஸோ ஒரு டேக் ஓகே ஆகலைன்னா நெக்ஸ்ட் டேக் செட் பண்ணுறதுக்கு 1 hour இல்லை 1/2 hour, இல்லை அது எவ்வளோ தூரம் அந்த டேக் க்ராஸ் ஆகிருக்கோ அதை பொறுத்தது. ஸோ இந்த மாதிரி போய்கிட்டே இருக்குது. டேரக்டர் ஆல்ரெடி ஒரு 10 days அசிஸ்டன்ஸ் எல்லாம் வச்சு ரிஹர்ஸ் பார்த்துட்டாரு, எங்களை வச்சு 3 நாள் ரிஹர்ஸ் பார்த்துட்டாரு. 4th day ஷூட்டிங், தட் இஸ் த லாஸ்ட் டே, அதோட ஷெட்யூல் பேக்கப். ஸோ பண்ணிகிட்ருக்கோம். நான் அந்த லாஸ்ட் ஒரு ஷாட் ஃபுல்லாக முடிஞ்சிருச்சு. ஃபுல்லாக முடிஞ்சோடனே எல்லாமே வந்து கடைசி வரைக்கும் போயிடுச்சு. 16 minutes ரோல் ஆகிடுச்சு. டைரக்டர் பார்க்குறாரு, அதில் வந்து எதுவுமே சிங்கில் வரல. இது பல கஷ்டத்துக்கு அப்புறம் இது பார்த்தா இப்போ பிளான் ஆனால் ஆர்டிஸ்ட் கொஞ்சம் லேட்டாக வருது. இந்த மாதிரி ஒரு ஃபினிஷில் வந்து அழகு இல்லை, அவர் மனசில் நினச்ச அழகு வரல. உடனே
மனுஷன் தேம்பி அழுதுட்டாரு. அப்படியா? சின்ன குழந்தை അവൻ மாதிரி വിചാരിച്ചു ഇവര് ഷോട്ട് അവിടെ പോയില്ലേ, നമ്മള് ഒരേ സിംഗിൾ ഷോട്ടല്ലേ, നമ്മൾ അടുത്ത ഊർ പോയി. So അത് വരും മുൻപ് കുറച്ച് ചെറിയ അഴുതിട്ട് വരാണ്. മന്തി സോ ഫുൾ വണ്ടിയിൽ ഞങ്ങൾ ഹെഡ്ലൈറ്റിൽ വരുമ്പോൾ ഇഡിനോ വേ ടു ഹൈഡ് ഓൾസോ. He was literally crying. அப்போ நான் சொன்னேன், சரி ஒன்றும் கவலைப்படாது சார், இப்போ டைம் வந்து ஏன்னா 5:20க்கு சன்லைட் வந்துடும். இப்போது ரெடி பண்ணுறதுக்கு 1 hour இருக்குது. இப்போ 4 o'clockலேருந்து ரெடி பண்ணால் 5 o'clock ரெடி ஆகும். 60 minutes ஷார்ட் முடிய சன்லைட் வந்துடும். லாஸ்ட் ஆப்ஷன், இதுக்கு மேலே ஆப்ஷன் இல்லை. வரலன்னா அந்த டேக்கை அட்ஜஸ்ட் பண்ணி யூஸ் பண்ணிக்கலாம் அப்படின்னு பட் ஒன்று அதுட்டு ஒரு மனசை அவரை கட்டிப்பிடிச்சு, ஒன்றும் கவலைப்படாதீங்க சார், நீங்கள் கூலாக இருங்க, எல்லாம் நல்லா வரும் அப்படின்னு சொல்லி நாங்கள் எல்லாருமே சேர பண்ணுறோம். பட் நான் ஒரு மரம் இருந்துச்சு, அந்த மரத்துக்கிட்ட போய் நின்று மேலே அப்படியே ஸ்கையை பார்த்து, அம்மா எப்படியாவது இந்த ஷார்ட்டை கொஞ்சம் நல்லா எடுத்து கொடுத்துருமா அப்படின்னு சொல்லிட்டு எல்லாருமே ப்ரே பண்ணியிருக்கோம். அதுதான் அது. அப்புறம் கேட்கும்போது எல்லாம் சார் ப்ரே பண்ணியிருக்காரு, அவர் ப்ரே பண்ணியிருக்காரு, எல்லாருமே எங்கள் இஷ்டம். ஷார்ட் நன்னாயிட்டு வரணும், இன்னொரு ப்ரே எங்களை விட்டுட்டு ரெண்டு ப்ரே. இந்த டேக்கு போதுங்க, இந்த டேக்கு போது எல்லாம் பர்ஃபெக்டாக வந்துக்கிட்டு இருக்கு. பர்ஃபெக்டாக வந்து நான் காரில் ஏறி உட்காந்துட்டு கார் கிளம்பணும். ஏன்னா நான் இப்போ என்ன ஒன்று இந்த காரில் இருந்து இன்னொரு காருக்கும் மாறணும். நான் இந்த கேமரா அந்த பக்கம் போய் இப்போ நான் அது இல்லை ஃபுல்லாக சொல்லல. இந்த காரில் இருந்து இறங்குனா டோர் திறக்கல. ஆமாம் டோர் திறக்கல. ஐயோ நான் ஒன்றும் பிரச்சனையே வராது, கவலைப்படாது. ஏன் போலமா ஆமாம் லாஸ்ட் ஷாட்டில் கார் வரல. நான் ஒன்று சொன்னேன், கிளாஸ் இறக்குனா பாதிக்கு மேலே அதுவும் இறங்க, நான் இந்த கிளாஸ் வழியாக உள்ளே பூந்து வந்துடலாம்னா பாதி தான் இறங்குது, அதுக்கு மேலே கிளாஸும் இறங்க மாட்டேங்குது. நான் அது வழியாக காலை விட்டு இழுங்கடா, இந்த பக்கம் டிரைவரை பிடிச்சி எடுத்துட்டு பாதி பாடி வெளியே வருது. இந்த ஜாக்கி சான் படத்தில் பாதி பேர் டோர் திறக்கும் தெரியுமா, அப்போ திறக்குது. டே ஆனால் பாதிக்கிறாரு ஓடி. அப்படி நடந்தது. அப்படி நடந்து ஃபுல்லாக போய் அந்த 5 o'clock ஆரம்பித்த ஷாட்டு 5:16க்கு முடியுது. சன்லைட்டும் வருது. பர்ஃபெக்ட் டேக். அந்த ஷாட் வந்து இது வந்து ക്ലൈമാക്സ് ഒന്ന് சொன்னா. അപ്പം വന്നിരിക്കുന്ന ടേക്ക് അവസാനിച്ച് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്താ സാർ ഷോട്ട്, ഞാൻ സന്തോഷത്തിൽ കരഞ്ഞ ഇല്ല, ഈ കരച്ചിൽ പോകുന്നില്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയായിരുന്നു? நல்லா இருக்கு சார். சார் படம் நல்லாவே வந்துருச்சு சார், எதுக்கு நீங்க அழுதுறது? வரலன்றாலும் அழுகிறா, வந்தாலும் அழுகிறா. ഇവിടെ ചിയാൻ സാറുണ്ട്, സൂര്യ സാറുണ്ട്. ഇവരുടെ ഏതെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയ എന്തെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ക്യാരക്ടർ, ഒരു വോയിസ് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം പിടിക്കുക? ക്യാമറമാൻ വളരെ നന്നായിട്ട് ചെയ്യും, ആദ്യം എല്ലാവരും ചെയ്യും. വിക്രം സാറിന്റെ ട്രൈ ചെയ്യാം. ഓ സൂപ്പർ. ஜெமினியில் ட்ரை பண்ணேன் சார். நான் என் வழியில் நடந்துட்டுருக்கேன், என்னை டிஸ்டர்ப் பண்ணாத, அது உனக்கு நல்லதல்ல, எனக்கு நல்லதல்ல. அப்படின்னா എന്നോട് ബെറ്ററാ ചെയ്തു. அப்படின்னா எஸ் சூரிய சாரோட மாநாடு, ஐயோ மாநாடு അത് വളരെ നന്നായിട്ട് ചെയ്തു തന്നെ, അത് ചെയ്യും. നമ്മുടെ മഹേന്ദ്ര സാറ് வந்துட்டு ஒன்னையும் கொன்று இன்னும் ஒன்றை கொல்ல போறேன்டா சார்ந்தது. டேய், அவனை போட்டதுக்கு அப்புறம் நான் உன்னை கழுத்தறுத்து போட்டு வேண்டாம் தலைவரே, 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 எதுவும் பண்ணக்கூடாது தலைவரே. பொறுத்துக்கிறதுக்கும் சலிச்சுக்கிறதுக்கும் நான் என்ன பொம்பளையா? ஆம்பளை மாமா, ஆண் பெண் ஆண். எவ்வளவோ கேவலமான பிறவிங்கள நம்ம. அப்படியே பாடி லாங்குவேஜே மாறிடுது. துஷாரா, you got like combination scenes with all of them? எல்லாரோடும் combination scenes இருக்கா இல்ல? துஷாரா மாதிரி ஒரு ஐயோ நன்றி மனக் ட்ரை பண்றாங்களா இப்ப இல்ல, அது ஒரு 1 month practice வேணும். I think you should talk like Ishu sir. ஈஸ்வர் கேமராமேன். கேமராமேன் Exactly, it is like விக்ரம் சார் இப்படி சார், அது வந்து சுரேஷ் சார், நீங்கள் நல்லா பண்ணிருக்கு சார், சூப்பராக இருக்கு, ரொம்ப சந்தோஷம் சார், நல்ல பண்ணு சார். குமார் நீங்க யாரும் அவரை பார்த்தது இல்லை, அதனால உங்களுக்கு தெரியாது.
പെർഫെക്റ്റ് അതുപോലെ തന്നെ സാർ അരുൺകുമാർ സാർ ഇതോட മൂവിയിൽ വന്ന ടെക്നിക്കൽസ് ഇടയ്ക്ക് ரொம்ப ബ്രില്യൻ്റാக இருக்குது லைக் எஸ்பெஷலி சாங்ஸ் லைக் ஐ லவ் த சாங் த ஒன் விச் யூ டூ வேர் லைக் தானா லலல கைண்ட் ஆஃப் அது அதில் கல்லூரும் காத்திய மேலே நிற்காத பாட்டு காதோட நீ சொன்னா கூட வர உன் மூச்சு சூடு காத்தோட உன் கையின் ரேகத்தோலோட என்னோட ஆதி அந்தம் கோடி சொந்தம் ராணி உன்னோட சும்மாவா வாரே உன் கூட உன் பேச்சு பிளாப்லாம் போயிடுச்சு என்ன இவ்வளோ ஃபாஸ்ட்டாக போய் சாரிப்பா நிஜங்க மலையாளம் சாங் யா எந்த பாட்டு ഇല്ല സർ ഞാൻ ഇല്ലേ സർ ഞാൻ പാടില്ലേ தமிழ் பாடுங்க மலையாளம் இது இடும் நீ மலையாளம் சாங் இல்லையா തമിഴ് நீ என் ஆசைத சௌந்தர்யமே நீ என் சத சங்கீதமே நின்னை சங்கீர்த்தனம் சங்கீர்த்தனம் ஓரினங்களில் பாடுவான் நீ பித்த மண்ணின நீ என் சர்க சௌந்தர்யமே என்ன படம் அது? இது காதோடு காதோடு அதுதான் இது ரேகா சித்திரத்துல வந்துச்சு அதோட ரெஃபரன்ஸ் அது அந்த படத்தை அப்படியே ரீக்ரியேட் பண்ணி ஒரு த்ரில்லர் பண்ணாங்க சூப்பர் ஓ யார் ஆக்ட் பண்ணது? இது மம்முக்கு மம்முக்கா சரிதா ஆദ്യം நான் டப்பிங் நிறைய நான் பண்ணிட்டு இருந்தேன்ல அந்த டைம் பண்ணும்போது ஏதோ ஒரு இயக்குனர் படம் அங்கே போன பிறகு அவர் 2 படம் 3 படம் ஒரே டைமில் எடுத்துகிட்டு இருப்பார் அங்கே நான் படம் எடுக்கும்போது அவர் ஷூட்டிங் செய்யும்போது அவர் செய்துட்டு இருக்கும்போது இது அதில் அது அப்புறம் பார்த்துக்கலாம் டிஏல பார்த்துக்கலாம் அப்புறம் டிஏல ஓட தென் நெக்ஸ்ட் அங்கே வரும்போது டப்பிங்கில் பார்த்துக்கலாம் டப்பிங்கில் வந்து எடிட்டிங்கில் பார்த்துக்கலாம் எடிட்டிங் அப்படியே போயிட்டு ஸோ கடைசியில் ஆடியன்ஸ் சொல்லி நீ பார்த்துக்கலாம் அப்படின்னு சொல்லிட்டு ஆடியன்ஸ் போயிடும் அப்படின்னு லிட்டரலி அப்படிதான் இந்த மண்ணின் மைந்தன் தான் இந்த படத்தின் இதுல வேற தயாரிப்பாளர். வேற ஒரு கனெக்ஷன் கூட இருக்கு லைக் சியான் விக்ரம் சார் சுராஜ் எட்டா Chian Vikram sir will have lots of stories to tell for Trivandrum. He struggled a lot from here. He started somewhere from here. த்ருவம் திருவண்டர் I know. இது From here, Dhruvam. ஃபர்ஸ்ட் மலையாள படம் ஓ ஓகே ஓகே சின்ன லாட்ஜ்ல நான் அப்போ வந்து அது பெரிய லாட்ஜ் இன்னும் அன்னைக்கு ஒரு தடவை நான் போய் பார்த்தா சின்ன நவ் யூ ஃபீல் நம்ம சின்ன வயசுல ரோட்லாம் பார்க்கும்போது ரொம்ப பெருசா இருக்கும் திடீர்னு நான் வந்து யார்கிட்டயும் இங்கே தான் தேடிட்டு இருக்கேன் பார்த்தா சின்ன லாட்ஜ் எங்கிட்டே இது என்ன ஒரு சின்ன கடை தான் இருக்கு ஸோ ஃபீல் லைக் தட் So how do you feel like sir? Like அந்த struggle இப்போ இங்க இருக்குது like அவரு எப்படி இருக்கு? ஐ லவ் தட் ஸ்ட்ரகிள் So இவங்களும் அந்த மாதிரி தான் இங்க நிறைய Trivandrum நீங்களும் ட்ராண்டரம் தானே? அவரும் ட்ரிவாண்ட்ரம் நானும் ஐ மீன் நான் இது நான் சென்னை பட் ட்ரிவாண்ட்ரம் ஆச்சு பட் அவருக்கு கை எனக்கு காலு 2 பேருக்கு ஒரே தாடி கமல் சார் கூட Trivandrum ஸ்டார்ட் பண்ணிருக்கு சுப்ரமணியம் கமல்ஹாசன் சார் Okay, அவர் கனெக்ஷன் இருக்கு சார் ஸோ இதில் வேற ஒரு முக்கியமான விஷயம் என்னன்னா மார்ச் 27th ഒരു ലൈക്ക് 2 പെരിയ പടം വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഒരു സൂപ്പർ പടം ലാൽ സാറുടെ എമ്പുരാൻ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിക്രം സാറുടെ വീരാധീരാസുര இந்த படம் வருது ஓகே அது ஒரு டிஃப்ரெண்டான ஒரு டேக் அவே என்னன்னா இந்த 2 படத்துலையும் ஒரு ஆள் காமனாக இருக்கு அந்த ആള് അതെ സാറോടെ ഇருக்கு ലാൽ സാറോടെ ഇருக்கு സോ ഒരു വലിയ സന്തോഷമാണ് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വലിയൊരു സന്തോഷമാണ് 27-ാം തീയതി 2 പടം റിലീസാവും എമ്പുരാൻ ഹിറ്റ് വീരാധീരാശൂര ഹിറ്റ് വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം 2 ഹിറ്റ് പക്ഷേ പ്രോബ്ലം എന്താ അറിയോ ഏത് പടമാണ് ഫസ്റ്റ് കാണും ഇങ്ങനെ കാണാം ഞങ്ങൾ ചോദിക്കില്ല ഇല്ല 2 കാണുക രണ്ടും ഇപ്പിടി 2 കാണുക ലൈക്ക് എല്ലാ സിനിമയും ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവണം വിജയമാണ് അപ്പോൾ 2 സിനിമ വരികയാണ് ആ സ്പേസിൽ വരികയാണെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഐ മീൻ ഒരു സക്സസ്ഫുൾ മൊമെൻ്റ് ആണ് ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ആസ് വിക്രം സാർ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ലൈക്ക് ഹൗ ഇസ് ലൈക്ക് ഐ മീൻ ദ ബിഗ് ഫിലിംസ് ആർ കമ്മിങ് ടുഗദർ യു ഓൾസോ I think it's very healthy വളരെ ഹെൽത്തിയാണ് ആൻഡ് it's a nice thing. I hope both the films do well. absolutely Because ഞാൻ എപ്പോഴും പറയും ഞാൻ ലാലേട്ടനോട് വലിയ ഫാൻ ബട്ട് എന്നെക്കാട്ടിലും എൻ്റെ വൈഫ് Yeah. ലാലേട്ടനാണ് ഇത് எங்கள் ஒய்ஃபுக்கு லாலிட்னா இது அவங்க ஃபேன் நான் வந்து நீ ஓகே நீ எது பண்ண ஏது செய்தாலும் அது மாதிரி வராது ஐயோ போதும் സോ അപ്പം വീരാസുര ഇതിൽ നിങ്ങൾ 3 പേരും ഫ്രെയിം ബൈ ഫ്രെയിം ഷെയർ ചെയ്യുന്നുണ്ടോ ലൈക്ക് സുരാജ് ചേട്ടനും ലൈക്ക് 27th കാണാം நம்ம 3 பேர் டெஃபினட்டாக மேபி நாட் இல்லை ஷேர் செய்யும்
പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഒരു അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഇന്ന് രാവിലെ ഡയറക്ടറോട് സംസാരിച്ചു. എന്താ പറഞ്ഞു, നോർമലായിട്ട് ഒരു ലെറ്റ് മീ സേ ഒരു എക്സാം ക്ലൈംസ് പിതാമകൻ അല്ലെങ്കിൽ അതുപോലെ സബ്ജക്ട്സിൽ പെർഫോമൻസ് വേണം. സോ വേറെ കഥാപാത്രങ്ങളിൽ അതിന് പെർഫോമൻസ്. ബട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഹി വാണ്ടഡ് ഓൺലി പെർഫോമൻസ് എന്ന് വെച്ചാൽ വാട്ട് ക്യാൻ യു ഡു ഇൻ എ കമേഴ്ഷ്യൽ സിനിമ? അത് അങ്ങനെ പെർഫോമൻസ് വരില്ലല്ലോ. ദാറ്റ് മീൻസ് എല്ലാം അണ്ടറായിട്ട് അതിൽ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ വേണ്ടി എടുത്തു. സോ നിങ്ങൾ കാണുമ്പോൾ യു വിൽ സീ എ ഡിഫറെൻറ്റ് ഹിം. അങ്ങനെ ഒരു വേറെ പടത്തിൽ ചെയ്തിട്ടില്ല. ഞാനും അങ്ങനെ, ഇവരും അങ്ങനെ, അവരും അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട്. സോ അത് വരും. ബട്ട് ഐ വാണ്ട് ടു ആഡ് ബിക്കോസ് ഐ ജസ്റ്റ് തോട്ട് ഞങ്ങൾ ഈ പടം ദ സ്പെഷ്യാലിറ്റി ഈസ് ഇത് ഒരു റോ റസ്റ്റിക് ഫിലിം. പക്ഷേ വി ഹവൻ സ്പോക്കൺ ഇത് വന്ന് ഒരു മാസ് കമേഴ്ഷ്യൽ അതെല്ലാം ഓക്കെ. ബട്ട് ഞാൻ എന്താ പറയുന്നത്, വളരെ റോ ആയിട്ട് റിയലിസ്റ്റിക് സതയമെല്ലാം ഉണ്ടാവില്ലേ, ഇറ്റ് ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് ഇത് ക്രീഡം അങ്ങനെ ഒരു ഇത്. ബട്ട് അതിലെ മാസ് മൂവ്മെന്റ്സും ഇന്നും ലൈക്ക് യുനോ വേറെ. ബട്ട് മാസ് മൂവ്മെന്റ്സ് വെച്ചാൽ അങ്ങനെയല്ല, ടോട്ടൽ അത് മുഴുവൻ പടത്തിൽ റോ ആയിട്ട് മാസ് ഉണ്ടാവും. ഇതിൽ സുരാജും പറഞ്ഞു സ്റ്റേജിൽ, ദയവായി എല്ലാവരും ഫസ്റ്റ് ഷോട്ട് പോപ്കോൺ എല്ലാം കഴിച്ചിട്ട് കോഫി എല്ലാം മേടിച്ചിട്ട് സീറ്റിൽ ഇരുന്നിട്ട് ഫസ്റ്റ് ഷോട്ടിന് പ്ലീസ് റെഡിയാ തയ്യാറാകുക. ബിക്കോസ് അപ്പോഴേ കഥ ഫസ്റ്റ് ഷോട്ട് മുതൽ അവരും ഫസ്റ്റ് ഷോട്ടിലുണ്ട്, അതും ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ആരെടുത്തും പറയുക. സോ അതും സോ ഇപ്പോൾ അതില്ലെങ്കിൽ ദെൻ യുനോ യു വിൽ മിസ് സം പാർട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം അതുകൊണ്ട് പ്ലസ് ഇൻട്രൊഡക്ഷൻ, ഹീറോ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. പിന്നെ ഒരു വില്ലന്, ഒരു ഹീറോ, പിന്നെ ഒരു ഇന്റർവെൽ ബ്ലോക്ക്, അങ്ങനെയല്ല. ഇത് വേറെ ബി റെഡി ടു വിറ്റ്നസ് സംതിങ് ഡിഫറെൻറ്റ്. അത് ഞങ്ങൾ ഇത് വെരി സേഫ്ലി 2 പാത ഉണ്ടല്ലേ, ഒരു പാത എല്ലാവരും എടുക്കുന്ന സേഫ് റൂട്ട്, ഒരു പാത കൊഞ്ചം കരട്. യു ഡോണ്ട് നോ എവരിതിങ്. അവർ ഈ പാതനെ എടുക്കും. ബിക്കോസ് എനിക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മുഴുവൻ പടം പെർഫോമൻസിലിருந்து ഷോർട്സിലിருந்து എല്ലാം വേറെ ഒരു ഇത്. ഐ മീൻ ഹാറ്റ്സ് ഓഫ് ടു ചിത്ത. ഹീസ് ഐ തിങ്ക് ഏതോ ഒന്ന് ട്രൈ ചെയ്തു. ഐ എം നോട്ട് ട്രൈങ് ടു ബൂസ്റ്റ് ദ ഫിലിം, ബട്ട് ഐ എം സെയിങ് കുറച്ച് തയ്യാറാകുക. You should be ready to witness something that's different. Don't come into the theatre thinking, okay, mass fiction, okay, introduction fight, interval block, അങ്ങനെ ഒന്നുമില്ല. It will be different, but it will be something. പടം കണ്ടിട്ട് പുറത്ത് വന്നിട്ട് it will disturb you. പാട്ട് പോലും വരുന്നത്, സോങ് പോലും സിറ്റുവേഷൻ. പിന്നെ ഫൈറ്റ് വന്നിട്ട് അതൊരു 10-15 നിമിഷം അങ്ങനെ പോകും. ഇത് ചിലപ്പം ഫൈറ്റ് അരമണി, ഹാഫ് എ മിനിറ്റ് ഇല്ലെങ്കിൽ 1 നിമിഷം, അത്രയേ ഉള്ളൂ. ചിരിച്ച്. ബട്ട് പടം കാണുമ്പോൾ ഫുൾ മൂവി ഒരു ഫൈറ്റ് മൂവിയാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ലവിന് വെച്ചാൽ ഒരു വയലൻറ്റിനെ കണ്ടാൽ, ബട്ട് സി ഒരു ഷോട്ടിൽ സി ഹൗ മച്ച് ലവ് ദർ ഇസ്. സോ അവരോട് സി ദിസ് ഇസ് ലൈഫ്, നോ സ്ലൈസ് ഓഫ് ലൈഫ്. ഇതിൽ ഇപ്പോൾ ഞാൻ ഒരു ആക്ടിങ് വേണ്ട, ഡയലോഗ് വേണ്ട, പാട്ട് വേണ്ട. അത് കണ്ടാൽ അവരുള്ളിൽ തമ്മിൽ ഒരു ഭയങ്കരமான ഒരു സ്നേഹം, ഒരു ലവ് ഉണ്ടാവും. മോർ ദൻ ലവ് ഇറ്റ്സ് കെയർ. സോ അതെല്ലാം എവ്രിതിങ് ലൈക്ക് ദാടിക്ക് ഒരു കാരണമുണ്ട്, ഈ സ്കാർക്ക് ഒരു കാരണമുണ്ട്, ഇവിടെ ഒരു സ്കാർ ഉണ്ടാവും. ട്രെയിലറിൽ കണ്ടല്ലേ. പക്ഷേ അതിൽ എല്ലാത്തിനും ഒരു കഥയുണ്ട്. ഇതൊക്കെ ഒരു ഇതുണ്ട്. എല്ലാം അവരോട് എല്ലാം ഹീസ് ട്രൈ ടു ഡു. സോ സീൻസ് ഞങ്ങൾ കാണുമ്പോൾ ലവ് സീൻസ് കുറവ്. ബട്ട് ഞങ്ങൾ പടം കണ്ടിട്ട് പറയുമ്പോൾ നല്ല ലവ് സ്റ്റോറി അല്ലേ, അങ്ങനെ തോന്നാൻ ഇതുണ്ട്, ചാൻസ് ഉണ്ട്. അതുപോലെ ഇഫ് യു ഹാവിങ് നിങ്ങൾ ചോദിച്ചത് കോൺഫ്രണ്ടേഷൻ, അങ്ങനെ കോൺഫ്രണ്ടേഷൻ അസൽ അവിടെ വന്നിട്ട് അടിച്ചു കുടിച്ച് അങ്ങനെ ഒന്നുമല്ല. ബട്ട് ഇത്ര ഉണ്ടാവും. SJ അണ്ണ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെല്ലാം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഭയങ്കര അതില്ല, പക്ഷേ അതെല്ലാം ഉണ്ട്. ബട്ട് ഇറ്റ് വോണ്ട് ബി ഓപ്പൺ, വിച്ച് ഇസ് ഷോക്കിംഗ്. Okay. So that's why I said reason for this movie is Chitta. So ഞങ്ങൾ എല്ലാവരും ഇവിടെ എന്തിനാ ഇന്റർവ്യൂ വന്നിരുന്നത്, ബിക്കോസ് നെക്സ്റ്റ് മൂവി ഞങ്ങൾ എല്ലാവരും വിളിക്കണം. അതുകൊണ്ട് ഒന്ന് SJ സൂര്യ വിക്രം സാറോட പടം நீங்க கூட நடிக்கிற அந்த வீரதீர சுறாவோட இது பார்ட் 2 தான். ஆனா ப்ரீக்வல் ஆன பார்ட் 1 எப்ப பண்ண போறீங்க? சித்தா பார்ட் 2 முடிஞ்ச உடனே இப்போதான் முடிஞ்சது. ரிலீஸ் ஆன பிறகு நம்ம இருந்துட்டு ஃபர்ஸ்ட் செலிப்ரேட் செய்துட்டு பியூட்டிஃபுல் எവിടെ போவோம். So all the best, and all the fans and followers over here in Malayalam cinema and across all the people who are watching it, Chiyan Vikram sir, say something for everyone. എപ്പോഴും ഞാൻ പറയുന്നത്, പക്ഷേ ഐ ജസ്റ്റ് ഇന്ന ഒരു വാക്ക്, ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് സ്നേഹം, ഈ പ്രേമം ഇതെല്ലാം കണ്ടിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ തമിഴ്, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയി കുറേ പടങ്ങൾ ചെയ്തു, കഷ്ടപ്പെട്ട് ചെയ്തു, പിന്നെ ചാൻസ് എല്ലാം കിട്ടാതെ അങ്ങനെ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ
അത്ര സ്നേഹം, അത്ര ലവ്. ഞാൻ എപ്പോഴും നന്ദി പറയും. ഇന്ന് ഞാൻ ഗൂഗിൾ ChatGPT എനിക്ക് എങ്ങനെ ഒരു വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ലൈക്ക് വാട്ട് ഷുഡ് ഞാൻ ചോദിച്ചു. ഞാൻ നല്ല സ്നേഹം ഇല്ല മനോഹരം എന്ന് പറയൂ. അതാണ് നല്ല ഇത്. ഇറ്റ് ഈസ് നോട്ട് മനോഹരം ബിക്കോസ് ഇറ്റ്സ് സംതിങ് മോർ ദൻ ഇത്. എനിക്ക് ഐ ഫീൽ ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ ഗോൾഡൻ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും ഞാൻ ഇവിടെയുള്ള ഫാൻസോട് സംസാരിക്കുമ്പോൾ, എവിടെ ചെന്നാലും ഫോട്ടോസ് അവർ ഒന്ന് മേടിക്കുമ്പോൾ ഇല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത്ര സ്നേഹം. താങ്ക് യു. ആൻഡ് ഈ പടം ഞങ്ങൾ എല്ലാവരും പറയും കഷ്ടപ്പെട്ട് ചെയ്തു ഇല്ലെങ്കിൽ ഇൻസ്പയർ ആയിട്ട് ചെയ്ത എല്ലാം ഉണ്ട്, ഞങ്ങളും പറയും. പക്ഷേ ഇത് ഐ തിങ്ക് ഓൾ ഓഫ് us ഹോൾഡ് ദിസ് സംവെയർ വെരി ഡീപ്പ് ഇൻ അവർ ഹാർട്ട്സ്. പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ആൻഡ് ഐഡ് ലൈക്ക് ടു വിഷ് എംബുരാൻ ഓൾസോ. എനിക്ക് അതും ഒരു വലിയ സക്സസ് ആവണം. ഞാൻ പറയുന്നത് മലയാളം സിനിമ റീസെൻ്റായിട്ട് എല്ലാ പടങ്ങളും അത്ര നന്നായിട്ടുണ്ട്. ആൻഡ് പാൻ ഇന്ത്യ എന്ന് വിചാരിക്കുമ്പോൾ ഒരു OTT മിന്നൽ മുരളി വന്നു, എല്ലാവരും കണ്ടു. ബട്ട് തിയേറ്റർ റിലീസായിട്ട് ഒരു പാൻ ഇന്ത്യ ഫീൽ എനിക്ക് എംബുരാൻ ഇസ് ഗിവിങ് ഇറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ബിക്കംസ് ദ ഫസ്റ്റ് പാൻ ഇന്ത്യ ഹിസ്റ്റോറിക് ഹിറ്റ് ഫോർ മലയാളം. ഐ നോ ദാറ്റ് ഓൾ ഓഫ് യു വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അവരോട് ഞങ്ങളും കുറച്ച് വിൽ കം അലോങ് വിത്ത് യു. മേ ബി നോട്ട് പാൻ ഇന്ത്യ, ബട്ട് let's hope that both the films do well. South India. Thank you for your love, and thank you, Rajesh. Thank you so much, Vikram sir. Thank you so much, Arun Kumar sir. Thank you so much, Surya sir. Dushara, thank you so much, and Suraj, thank you so much. അപ്പോൾ എല്ലാവരും മാർച്ച് 27-ാം തീയതി വീരാധീരാസൂരൻ കാണാൻ എത്തുക. ഇതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുന്നതായിരിക്കും. വീരാധീരാസൂരൻ്റെ പാർട്ട് 1 എത്തുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പായിട്ട് തന്നെ തിയേറ്ററിൽ പോപ്കോൺ മേടിക്കുന്നെങ്കിൽ 10 നിമിഷം മുൻപ് 10 നിമിഷം മുമ്പ് തിയേറ്ററിൽ വരണം. കാരണം ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഈ സ്റ്റോറി സ്റ്റാർട്ട് ആവും. അതുകൊണ്ടാണ് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. Absolutely. അപ്പോൾ എല്ലാവരും ബൈ ഫ്രം ദ ഹോൾ ക്രൂ. Thank you.